വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകാം. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രതിപക്ഷം. ധനാഭ്യർത്ഥനയ്ക്ക് മേലുള്ള ചർച്ചകളും ഇന്ന് നടക്കും. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ടി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ നൽകാനുള്ള നീക്കം അത് അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിച്ചതും അതിൽ സ്പീക്കർ മറുപടി പറഞ്ഞതും പ്രതിപക്ഷം വലിയ രീതിയിൽ വിഷയമാക്കിയിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി കത്തും നൽകി. എങ്ങനെയായിരിക്കും ഈ വിഷയം തുടർന്നും സഭയിൽ പ്രതിഫലിക്കുക? ഇന്ന് ഏതു വിഷയത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ്? ലബീഷ്, ടി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുകയെന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ തള്ളിയതിനു ശേഷം അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് പ്രതിപക്ഷ നേതാവ് ഇതിന് വിശദീകരണം ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. അതിന് സ്പീക്കറിന്റെ ഓഫീസിൽ നിന്ന് വിവരമുണ്ടായിരുന്നു. ആ സ്പീക്കറിന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന വിവരം പ്രകാരം സബ്മിഷനായി അവതരിപ്പിക്കാം എന്നുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷ ആ സമയം അതിനുള്ള അനുമതി നൽകാത്ത സാഹചര്യം, പ്രതിപക്ഷ ആ സമയം എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സഭ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇനിയും പലതരത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് തള്ളി അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അത് തള്ളിയ ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ്. നേരത്തെ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് വിഹിതം പൂർണ്ണമായും അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അനുവദിച്ച ഫണ്ട് ട്രഷറി നിയന്ത്രണം മൂലം പാസാക്കി നൽകാതിരിക്കുക, ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് ഭരണസ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായി ഒരു സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ വികസനക്ഷേമ പദ്ധതികളൊക്കെ ഫണ്ട് ക്ഷാമം മൂലം ഒഴിവാക്കേണ്ട അവസ്ഥയുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഏതായാലും ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക. മറ്റ് വിഷയങ്ങൾ അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ മഴക്കെടുതി അടക്കം ചർച്ച ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ലബീഷ്. ശരി വിഷ്ണു.